എല്ലാവർക്കും ഹൈന്ദവ വിജ്ഞാന സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമസ്കാര വിധികളെ കുറിച്ചിട്ട് പ്രതിപാദിക്കാം. 18 പുരാണങ്ങളിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള പുരാണമായിട്ടുള്ള സ്കന്ദപുരാണത്തിലാണ് നമസ്കാര വിധികളെ കുറിച്ചിട്ട് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും പഞ്ചാംഗ നമസ്കാരം, സാഷ്ടാംഗ നമസ്കാരം, ശരണാഗതി നമസ്കാരം, ഈ 3 നമസ്കാരങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത്. അതായത് പഞ്ചാംഗ നമസ്കാരം എന്നുള്ളത് സ്ത്രീകൾക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള നമസ്കാര വിധിയാണ്. അതായത് രണ്ട് കാൽമുട്ടുകൾ, രണ്ട് കൈകൾ, ശിരസ് ഭഗവാനിലേക്ക് അർപ്പിച്ച് നമസ്കരിക്കുന്ന വിധിയാണ് ഈ പഞ്ചാംഗ നമസ്കാരം എന്നുള്ളത്. അടുത്തതായിട്ട് സാഷ്ടാംഗ നമസ്കാരം, ഭഗവാനിലേക്ക് പുരുഷന്മാർ ചെയ്യുന്ന നമസ്കാരമാണ് സാഷ്ടാംഗ നമസ്കാരം. രണ്ട് പാദങ്ങൾ, രണ്ട് കാൽമുട്ടുകൾ, രണ്ട് കൈകൾ, അതിനോടൊപ്പം മാറിടം, അതിനോടൊപ്പം ഭഗവാനിലേക്ക് ശിരസും കൂടി അർപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന വിധിയാണ് സാഷ്ടാംഗ നമസ്കാരം എന്നുള്ളത്. അടുത്തതായിട്ട് ശരണാഗതി നമസ്കാരം. അത് പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് സർവവും മറന്ന് ഭഗവാനിലേക്ക് വിളിക്കുന്നതായിട്ടുള്ള വിളിയുണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടില്ലേ? അതായത് കാൽമുട്ടുകൾ കുത്തി കൈകൾ ഉയർത്തി ശരണാഗതി, എൻ്റെ ഭഗവാനെ എന്ന് വിളിച്ചിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന വിധിയാണ് ഇതിൽ ശരണാഗതി നമസ്കാരം എന്നുള്ളത്. ഈ നമസ്കാര വിധികൾ പരിപൂർണമായിട്ട് നമ്മൾ മനസ്സിലാക്കി അതിനോടൊപ്പം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഭഗവാനെ പ്രാർത്ഥിച്ച് ആത്മസമർപ്പണത്തോടു കൂടി നമ്മുടെ ആഗ്രഹങ്ങൾ പറയുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഭഗവാൻ അത് സാധിച്ചു തരും എന്നുള്ളത് നമ്മുടെ അനുഭവവും വിശ്വാസവുമാണ്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവാനിലേക്ക് അർപ്പിക്കുന്നു. നമസ്കാരം.